പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 10 തിരുവചനങ്ങൾ 1 മുതൽ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടി അകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുക എന്ന് ദൈവവചനം ഇന്ന് നമ്മളോട് പറയുകയാണ്. ദൈവ സ്വരം ശ്രവിക്കുന്നവരായി മാറുക. ഇടയൻ്റെ സ്വരം കേൾക്കുന്നവരായി, ഇടയൻ്റെ സ്വരം കേൾക്കുന്ന ആടുകളായി മാറുക. ആടുകൾ മാത്രം അവൻ്റെ സ്വരം മനസ്സിലാക്കി ഇടയനായ അവൻ്റെ പിന്നാലെ പോകുന്ന ഒരു മനോഹര ചിത്രം ഈശോ ഇവിടെ വരച്ചു കാട്ടുകയാണ്. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പഴയ നിയമ പുസ്തകത്തിൻ്റെ താളുകൾ തുടങ്ങി നമുക്ക് ചിരപരിചിതമായ ഒന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണോ നമ്മളെ നയിക്കുന്നത്, അത് ഒരു ഇടയൻ ആടുകളെ നയിക്കുന്നത് പോലെയാണെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പോലെ ദൈവവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ എനിക്ക് എങ്ങനെ വളരുവാൻ സാധിക്കും, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് എങ്ങനെ മാറാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഒന്നാമതായി, ദൈവം സ്വകാര്യമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ വ്യക്തിപരമായി മനസ്സിലാക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം പറയുകയാണ്, ഒരു വിജന പ്രദേശത്തേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഒരു വിജന പ്രദേശത്തേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ ഓരോ ആത്മാവിൻ്റെയും അവസ്ഥ അറിഞ്ഞ് സ്നേഹിച്ച് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ആണ് നമ്മൾ പരിചയപ്പെടുക. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നതനുസരിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് നമ്മൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന രീതിയിലാണ്. ഞാൻ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന രീതിയിൽ ദൈവം എന്നെ വളരെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ സ്നേഹിക്കുന്നത് വളരെ വ്യക്തിപരമായാണ്. ഞാൻ അറിയുന്നില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ അറിയുന്നുവെന്ന് ഞാൻ തിരിച്ചറിയണമെന്ന് ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വചനവും കൂടി നമുക്കതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ അതിലുപരി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പന്ഥാവുകളിൽ, വഴികളിൽ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര സന്തോഷകരമായ, എത്ര ആനന്ദകരമായ ഒരനുഭവമാണ് ദൈവത്താൽ വ്യക്തിപരമായി സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഈ സ്നേഹത്തിൻ്റെ ആഴവും അളവും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തോട് മറുതലിച്ച്, ആ സ്നേഹത്തെ ഗണിക്കാതെ, ആ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്.
അപ്പോൾ ഇവിടെ ഇന്ന് ദൈവം സ്വകാര്യമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നിന്നെ ഒരു വിജന പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്ന ദൈവം. വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആരുമില്ലാത്ത ഇടത്തേക്ക്, ആരും ഇല്ലാത്ത ഒരു ജീവിത അവസ്ഥയിലേക്ക് ഒരു പക്ഷേ ദൈവം നിന്നെ നയിച്ചെന്ന് വരും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി നമ്മൾ വ്യക്തിപരമായിട്ട് എടുത്ത് മനസ്സിലാക്കുക. ചിലപ്പോഴെങ്കിലും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള, ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ രൂപപ്പെടുന്നു. ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും വേണ്ടത്ര പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, ഒരു നിരാശയുടെ ചിന്ത നമ്മൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം. വിജനതയാണ്, ആരെയും കാണുന്നില്ല. ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല എന്ന് സങ്കീർത്തകൻ പറയുന്ന വിധത്തിൽ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ഞാൻ ജീവിതത്തിൽ ചിന്തിക്കുന്ന വിധത്തിൽ, എൻ്റെ സാഹചര്യങ്ങളെല്ലാം എനിക്കെതിരാണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ, എന്നെ ഇത്ര നാളും ചേർത്ത് പിടിച്ച വ്യക്തികൾ എന്നിൽ നിന്ന് അകന്നുപോയി എന്ന വിധത്തിൽ സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോൾ ഞാൻ നിരാശപ്പെടുകയല്ല വേണ്ടത്. ദൈവം എന്നെ നയിക്കുന്നത് വിജനമായ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്കാണ്. ദൈവം എന്നെ നയിക്കുന്നത് ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്കാണ്. സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അവനെ മരുഭൂമിയിലേക്ക് നയിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. അവൻ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകുന്ന വ്യക്തിയായി മാറുമ്പോൾ അവനൊരു നിരാശാജനകമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് വേണമെങ്കിൽ ലൗകികമായ ചിന്താഗതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അന്നുവരെയുള്ള അവൻ്റെ സ്വപ്നങ്ങൾ, അന്നുവരെയുള്ള അവൻ്റെ യാത്രകൾ അവസാനിക്കുകയാണ്. പക്ഷേ ദൈവം അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്കാണെങ്കിലും ദൈവം അവന് പകർന്നു കൊടുക്കുന്നത് അവൻ്റെ വ്യക്തിപരമായ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് പകർന്നു നൽകുന്ന ഒരു വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ അനുഭവം, അത് മറ്റു മേഖലകളെയെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാലും മനസ്സിലാക്കപ്പെടാത്ത, ആരാലും അംഗീകരിക്കപ്പെടാത്ത, ആരാലും മുൻപോട്ട് പോകുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത വിധത്തിൽ വിജനമായ ഒരു ജീവിതാവസ്ഥയിൽ ഞാൻ ചെന്നെത്തുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. മറിച്ച് ഈ വിജനതയിൽ, ഈ വിജനമായ പ്രദേശത്ത്, ഈ ആരോരുമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പോൾ തള്ളിപ്പറയുന്ന അനുഭവങ്ങളെയും ദൈവം വളർത്തുവാൻ ഒരുക്കുന്ന സാഹചര്യമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം ഇന്ന് ഈ വചനത്തിൻ്റെ വായനയിൽ ദൈവം നമുക്ക് തരികയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2:14. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കേണ്ട വചനമാണ്. ആ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ വിജനതയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും, അവിടെ വെച്ച് ഹൃദ്യമായി ഞാൻ നിന്നോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവം, വളരെ വ്യക്തിപരമായി നിന്നെ അറിയുന്ന ദൈവം വളരെ ഹൃദ്യമായി ഹൃദയത്തിൽ നിന്നുകൊണ്ട് നിന്നോട് സംസാരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും അറിയുന്ന ദൈവം, നമുക്ക് ആവശ്യമായത് എന്തെന്ന് അറിയുന്ന ദൈവമുണ്ട് എന്നുള്ള ആശ്വാസം നമുക്ക് പകർന്നു തന്നുകൊണ്ട് ഹൃദ്യമായ ഒരു ഇടപെടൽ നമുക്ക് സംലഭ്യമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഒരു ദൈവാനുഭവത്തിലേക്ക് വചനവായനയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമുക്ക് കടന്നു നിൽക്കുവാൻ സാധിക്കണം. നമ്മുടെ ദൈവവചന വായന ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കിനിയും കഴിയേണ്ടതുണ്ട്. പലപ്പോഴും ദൈവവചനത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ജെറമിയ പ്രവാചകൻ പറയുകയാണ്: ഞാൻ അങ്ങയുടെ വചനത്തിന് വേണ്ടി ഏകാഗിയായി കഴിഞ്ഞു, അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. അവിടെ അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏകാഗിയായി കഴിയേണ്ടി വരിക, ദൈവത്തിൻ്റെ വചനം നമ്മൾ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ, ആ വചനത്തിനൊത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ ഏകാഗിയാകുന്ന ഒരു അനുഭവം, കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കൊണ്ട് ഞാൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരനുഭവം, അത് ഭയക്കേണ്ടതല്ല. വലിയ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ആ വഴിത്താരയിൽ ഇങ്ങനെ പറയുകയുണ്ടായി: നമ്മളാരും വിശുദ്ധരാകാൻ ഭയപ്പെടരുത്. പ്രിയമുള്ളവരെ, വിശുദ്ധിയെക്കുറിച്ചുള്ള ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്: വിശുദ്ധരാകാൻ നാം ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലർക്കും ഭയമാണ്. ഒറ്റപ്പെടുത്തപ്പെടും, മാറ്റി നിർത്തപ്പെടും, വേദനിപ്പിക്കപ്പെടും,
ആരും കൂട്ടുകാരില്ലാതാകും എന്ന് പറയുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ജെറമിയായുടെ അനുഭവം നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:17 വളരെ വ്യക്തമായി പറയുകയാണ്, ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്യില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജെറമിയ ഏകാഗിയാകുന്നത്? എന്തുകൊണ്ടാണ് ജെറമിയ ഒരു വിജനതയിലേക്ക്, ആരോരുമില്ലാത്ത ഇടത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്നത്? അത് കർത്താവിൻ്റെ വചനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കരുതുന്നതുകൊണ്ടാണ്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് സഹവസിക്കാതെ മാറ്റി നിർത്തപ്പെടാനുള്ള കാരണം ദൈവവചനമാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഞാൻ ഒറ്റപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആരോരുമില്ലാത്ത വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു വിജനത എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവം എന്നെ ആ വിജനതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നെ ദൈവം വ്യക്തിപരമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഹൃദ്യമായി സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവത്തെ നമുക്ക് നിരാകരിക്കാതെ ജീവിക്കുവാൻ കഴിയട്ടെ. വ്യക്തിപരമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ കുറച്ചുകൂടി ചേർത്ത് വെച്ച് ഒരു ജീവിതം മെനഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന സങ്കീർത്തന പുസ്തകം 46-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ വേണ്ടിയിട്ട് ശാന്തതയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടത്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ജീവിതത്തിൻ്റെ ഇളകിമറിയുന്ന അലകടലിൻ്റെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ജീവിതത്തിൻ്റെ അലകടലിൽ പെട്ട്, അതിൻ്റെ ഇരമ്പലുകളിൽ ഭയപ്പെട്ട്, അതിൻ്റെ കൊടുങ്കാറ്റുകൾ കണ്ട് ഭയചകിതരായി നിൽക്കാതെ സാന്ത്വനമേകുന്ന, ശാന്തത നൽകുന്ന ദൈവത്തിലേക്ക് എത്തുക. സങ്കീർത്തനം 46:10 നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വചനമാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ ദൈവമാണെന്ന് നീ അറിയണം. ഞാൻ വെറുമൊരു മനുഷ്യനല്ല, നീ ആശ്രയിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ നിന്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആഴത്തിൽ മനസ്സിലാക്കിയാൽ ജീവിതത്തിൻ്റെ ആശങ്കകൾ അടങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ ആശങ്കപ്പെട്ട് കഴിയുന്നവർ തിരിച്ചറിയുക, ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു സാന്നിധ്യം എനിക്ക് മുമ്പിലുണ്ട്. നിന്റെ ആശങ്കകളെക്കാൾ വലിയ ആശ്വാസം ദൈവത്തിന് നൽകാൻ കഴിയുമെന്ന് നീ തിരിച്ചറിയണം. ഏലിയായുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ദൈവാനുഭവത്തിൻ്റെ ഒരു ചിത്രത്തിലുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയാണ്. പലപ്പോഴും അങ്ങനെ ഒരു വലിയ ശക്തമായ ദൈവാനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്ന് പലരും ചിന്തിക്കുകയാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അനുസരിച്ച് അങ്ങനെയൊരു ദൈവാനുഭവമാണ് എനിക്കുണ്ടാവേണ്ടതെന്ന് നമ്മൾ ശഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ശഠിച്ച ഒരു വ്യക്തിയാണ്, അത്തരത്തിൽ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകനും. ഏലിയ ദൈവത്തിന് വേണ്ടിയിട്ട് തീഷ്ണത കൊണ്ടെരിയുന്ന വ്യക്തി എന്ന നിലയിൽ അത്തരത്തിലൊരു അനുഭവം അവനും ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ശക്തമായ ഒരു ദൈവാനുഭവം. പക്ഷേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 19:11 വചനം ഇങ്ങനെയാണ് പറയുക: നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുൾ ചെയ്തു, കർത്താവ് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവൻ്റെ മുമ്പിൽ കൂടെ കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവ് ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു കൊടുങ്കാറ്റ് അത് അവൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏലിയായുടെ വിചാരം ദൈവം ഈ കൊടുങ്കാറ്റിലുണ്ടെന്നുള്ളതാണ്. ശക്തമായ ദൈവാനുഭവങ്ങൾ ആഗ്രഹിച്ച്, ശക്തമായ ഇടപെടലുകൾ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ശക്തമായ ദൈവാനുഗ്രഹങ്ങൾ, ശക്തമായ ദൈവീക ഇടപെടലുകൾ മാത്രം ആഗ്രഹിച്ചിരുന്നാൽ ദൈവത്തിൻ്റെ കടന്നുവരവിനെ മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുകയില്ല എന്ന് തിരിച്ചറിയണം. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. തുടർന്ന് ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, അഗ്നി ഉണ്ടാകുന്നു, അവിടെ ഒന്നും ദൈവമില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന വിധത്തിലാണ് ദൈവം ഇടപെടുന്നത് എന്ന്, നമ്മുടെയൊക്കെ ഫ്രെയിം വർക്കിലാണ് ദൈവം ഇടപെടേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ എപ്പോഴാണ് ദൈവം കടന്നു വന്നത്?
ആ ദൈവം കടന്നു വരുന്നത് അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. പ്രിയമുള്ളവരെ, അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? 13-ാമത്തെ വചനം എത്തുമ്പോഴേക്കും ഏലിയായുടെ മുമ്പിൽ ഒരു മൃദുസ്വരമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഒരു മൃദുസ്വരമായി ദൈവം അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഭീകരമായ കാഴ്ചകളിലോ ഭീകരമായ അനുഭവങ്ങളിലോ അല്ല, കൊടുങ്കാറ്റിലല്ല, ഭൂകമ്പത്തിലല്ല, അഗ്നിയിലല്ല ദൈവം ഇറങ്ങി വന്നത്. ഏലിയായുടെ മുമ്പിൽ ഒരു തരളിതമാകുന്ന അനുഭവം, ഒരു മൃദുവായ ഒരു അനുഭവം, ഒരു ഇളം തെന്നൽ പോലെയുള്ള അനുഭവം, എത്ര ലളിതമായ അനുഭവം, അത് ദൈവം പകർന്നു നൽകുകയാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവത്തെ തിരയുന്ന നമുക്ക്, ദൈവീക സ്വരം അന്വേഷിക്കുന്ന നമുക്ക് ഇത് വലിയ ഒരു പാഠമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്ക് ഇതൊരു വലിയ പാഠമാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദിവ്യകാരുണ്യ സാന്നിധ്യങ്ങളിൽ, നിശബ്ദമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇനി പോയി ഇരിക്കണം. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കണം. കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആരാധനാ ചാപ്പലുകളിൽ നിങ്ങളിനി സന്ദർശകരായി മാറണം. കാരണം ദൈവം നിങ്ങളോട് കൂടെ ഇറങ്ങി വസിക്കുന്ന ഇടമാണ്. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്ന നമ്മളുടെ ദൈവാനുഭവത്തിൻ്റെ ഇടം വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവിക സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മുടെ ആശങ്കകളുടെ തിരമാലകൾ ഇല്ലാതാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം, തൻ്റെ ജനത്തിന് വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. പരിഭ്രാന്തിയുടെ പാനപാത്രം ഇനി നീ പാനം ചെയ്യരുത്. പരിഭ്രാന്തി വേണ്ട. ജീവിതത്തിൻ്റെ എത്ര അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങളിലും ശാന്തമാവുക. നിനക്ക് ജീവിതത്തിൽ ഒരു ദൈവമുണ്ടെന്ന് അറിയുക. ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 22-ാമത്തെ ഈ തിരുവചനം വലിയൊരു അഭിഷേകമായി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ വചന ശ്രവണ നിമിഷങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് മൃദുവായി നമ്മളോട് ഇടപെടുന്നു. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മൃദുവായി ഇടപെടുന്നു. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനൊക്കെ പറയുന്നത് പോലെ ആത്മാവിൻ്റെ ഇരുണ്ട ഗുഹകളിലേക്ക്, ആരോരും അറിയാതെ കിടക്കുന്ന പാപത്തിൻ്റെ മേഖലകളിലേക്ക് മൃദുവായി മൃദുസ്വരമായി കടന്നു വരുന്ന ഒരു ദൈവം, എന്നെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കാണുക, ആ ദൈവത്തെ അനുഭവിക്കുക, അവൻ്റെ സ്വരം കേൾക്കുക. മൂന്നാമത്, ഈശോയുടെ രൂപാന്തരീകരണ വേളയിലെ ദൈവസ്വരത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം അധ്യായം 9, 35, 36 തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായം 35, 36 തിരുവചനങ്ങൾ. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ഈശോയുടെ രൂപാന്തരീകരണ വേളയിലെ ദൈവസ്വരം നിലയ്ക്കുമ്പോൾ ശിഷ്യന്മാർ മൗനം അവലംബിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 35, 36 തിരുവചനങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്കുണ്ടാകുന്ന ദൈവാനുഭവത്തിൻ്റെ മുമ്പിൽ, അവർ ശക്തമായ ആ ദൈവാനുഭവത്തിൻ്റെ മുമ്പിൽ ഇതാ നിശബ്ദരായി നിലകൊള്ളുന്നു. മൗനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഏതെങ്കിലും സമ്മർദ്ദ നിമിത്തമല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് മൗനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവീക രഹസ്യങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുന്നത് കൊണ്ടാണ്. സമാനമായ മറ്റൊരു കാഴ്ചയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുക. വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ഇതാ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ വലിയ നിശബ്ദത ഉണ്ടാവുകയാണ്. ദൈവീകമായ വെളിപാടുകളുടെ മുമ്പിൽ
നിശബ്ദത അനുഭവിക്കേണ്ടി വരിക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരുപക്ഷെ ശാരീരികമായ നിശബ്ദത നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൻ്റെ വലിയ സ്വര മേഖലകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ, അതായത് സ്വരം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഒരുപാട് മനുഷ്യർ പറയുന്ന, ഒരുപാട് വ്യക്തികൾ പറയുന്ന ഒരു കാര്യമാണ്, അല്പസമയം പോലും ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പല വിചാരങ്ങളുടെ വേലിയേറ്റമാണ്. അത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ, കുർബാനയിൽ പങ്കുചേരുന്ന സമയത്തൊക്കെ ഇങ്ങനെ പല വിചാരപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായി നിശബ്ദമായി ദേവാലയത്തിലായിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് അനേകം മൈലുകൾ യാത്ര ചെയ്യുന്ന വ്യക്തികളായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ മൗനം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ദൈവികമായ ഒരു മൗനം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദൈവസ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർക്കുന്ന ഒരു മൗനം നമുക്കുണ്ടാവണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രക്രിയകൾ, പ്രവർത്തന ശൈലികൾ, അത് ഈ മൗനം നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. നമുക്ക് ശാന്തമാകുന്ന സമയമില്ല, സ്വസ്ഥമായിരിക്കുന്ന സമയമില്ല എന്നൊരു ദുരവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് ഈശോയുടെ രൂപാന്തരീകരണ വേളയിലെ ദൈവസ്വരം കേട്ട ശിഷ്യന്മാരെ പോലെ നമുക്ക് മൗനമാകാം, ദൈവിക സ്വരം കൂടുതൽ ശ്രവിക്കാം. വെളിപാട് പുസ്തകത്തിലെ മുദ്രകൾ പൊട്ടിക്കപ്പെടുമ്പോൾ, ചുരുളുകൾ തുറക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന നിശബ്ദത പോലെ ദൈവിക നിശബ്ദതയ്ക്ക് മുമ്പിൽ, ദൈവിക സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്കും നിശബ്ദരാകാം. ദൈവം നമ്മോട് മൃദുലമായി സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് കഴിയണം. നാലാമതായി, ദൈവസ്വരം കേട്ട ഒരു വ്യക്തിയെ നമ്മൾ ധ്യാനിക്കുകയാണ്. അത് സാവൂളാണ്. സാവൂള് മാത്രം ഈ സ്വരം കേട്ട് മാനസാന്തരപ്പെട്ടു. സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം സാവൂളിൻ്റെ ഉള്ളിലേക്ക് തറച്ച് കയറുമ്പോൾ സാവൂള് ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ നിരാകരിക്കാതിരിക്കുമ്പോൾ പരിവർത്തനമുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറും. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദൈവത്തെ വാതിലടച്ച് പുറത്തു നിർത്താതെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കും. സാവൂളിലെ മാനസാന്തരം ഉണ്ടായ പോലെ ദൈവസ്വരം കേട്ട് മാനസാന്തരപ്പെടുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. ദൈവസ്വരം കേട്ടാൽ മാത്രം പോരാ, ആ സ്വരത്തിനൊത്ത ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം. യാക്കോബ് സ്ലീഹ പറയുന്നത് പോലെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ വചനത്തിനൊത്ത് ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. ദൈവസ്വരം കേട്ട് ആ ദൈവസ്വരത്തിന് നമുക്ക് ഫലം പുറപ്പെടുവിക്കാം. അഞ്ചാമതായും അവസാനമായും, ദൈവസ്വരം കേൾക്കുവാൻ തൻ്റെ ജീവിതത്തിൽ സാമുവേൽ എന്ന് പറയുന്ന ആ ചെറിയ ബാലന് കഴിഞ്ഞത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സാമുവേലിനെ ദൈവം വിളിക്കുന്നത് അവൻ കേവലം ബാലനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ സ്വരം കേൾക്കുമ്പോൾ, സാമുവേൽ സാമുവേൽ എന്ന് വിളിക്കുമ്പോൾ, അത് തൻ്റെ യജമാനായ ഏലി പുരോഹിതനാണ് വിളിച്ചത് എന്ന് കരുതി ആ പുരോഹിതൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന സാമുവേലിനെ, ബാലനായ സാമുവേലിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഡിസൈൻമെൻറ്റ് എന്ന് പറയുന്ന, വിവേചിക്കുക എന്ന് പറയുന്ന ഒരു കൃപ ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലതും ദൈവസ്വരമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ഏലി എന്ന പുരോഹിതൻ സാമുവേൽ എന്ന് പറയുന്ന ബാലനെ സഹായിക്കുകയാണ്. നീ ഈ സ്വരം ദൈവത്തിൻ്റെ സ്വരമാണ് എന്ന് മനസ്സിലാക്കി അതിന് പ്രത്യുത്തരം നൽകണമെന്ന്. അതുകൊണ്ട് നമുക്കൊരു സ്പിരിച്വൽ ഗൈഡൻസും സ്പിരിറ്റ് ഓഫ് ഡിസൈൻമെൻറ്റും നമുക്ക് ആവശ്യമുണ്ട്. ഒരു ആത്മീയ നിയന്ത്രണം, ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരുപക്ഷെ അത് നമ്മൾ കേൾക്കുന്ന ആത്മീയ വിചാരങ്ങളാകാം, ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലെ ചിന്തകളാകാം, ഒരുപക്ഷെ അത് ദൈവവചന വായന തന്നെയാകാം, ഒരുപക്ഷെ മൗനത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന വെളിപാടുകളാകാം. അത് മനസ്സിലാക്കി നന്നായി മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവസ്വരം ശ്രവിക്കുന്നവരാകാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ ശാന്തമാകാനുള്ള ക്ഷണത്തെ, ദൈവസ്വരം ശ്രവിക്കാനുള്ള ക്ഷണത്തെ ഞാൻ ശിരസാ വഹിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യങ്ങളിൽ, നിശബ്ദ സാന്നിധ്യങ്ങളിൽ
സന്ദർശകരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയെ പോലെ മൗനത്തിൽ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്കായി വാങ്ങി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.